കളിയാക്കല്ലോ എന്നോട് എണീക്കാൻ പറഞ്ഞിട്ട് എണീക്കാനിട്ടല്ലേ? അടിച്ചു കൊല്ലണോ വേണ്ടോ? ഞങ്ങള് വെറുതെ ഒരു ഔട്ടിങ് പോലെ പോവാന്ന് വെച്ചു. പോവാ ഇപ്പോഴോ? വെയില് വരുമോ? വെയില് വരുമോ? ഹലോ സൂര്യനെ, വെയില് വരുമോ? വരില്ലത്ര. നാളെ ഈ സമയത്ത് ഓർമ്മിക്കണം കേട്ടോ. ചിരിക്കാം. തമിഴിൽ റീലിനകത്ത് കണ്ടതാണ്. അതിനകത്ത് അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി. അതിനകത്ത് ഉലുവയും കടുകും സമാസമം എടുക്കുക, ഒരു സ്പൂണ്. അതെടുത്ത് ചൂടാക്കിയ ശേഷം പൊടിച്ചൊരു ഭാഗത്ത് മാറ്റി വെക്കുക. രാവിലെ സ്കൂളിൽ പോണ്ടേ വാവേ? കളിയാക്കല്ലോ എന്നോട് എണീക്കാൻ പറഞ്ഞിട്ട് എണീക്കാനിട്ടല്ലേ? വായില് സ്റ്റിക്കർ ഒട്ടിക്കുക അതിന്റെ അബന്ധമാരി വാവാ. അടിച്ചു കൊല്ലണോ വേണ്ടോ? വേണ്ടേ? പാവക്കുട്ടി ഒരു ബോട്ടില് വെള്ളം ഫുള്ള് കുടിച്ചുട്ടോ. ഏതാ വേണ്ടാത്ത? എന്ത് പറ്റി? അത് കഴിക്കണം. രാവിലെ തീറ്റിക്കലൊരു ചടങ്ങാണ്. 8:20 8:20 ഇറങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ ഇപ്പത്. അങ്ങനെ ഇന്നൊരു ക്ലൗഡി ദിവസമാണ്, വെയിലൊന്നുമില്ല. അതുകൊണ്ട് കോട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല വാവക്കുട്ടിക്കും. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങൾ വെറുതെ ഒരു ഔട്ടിങ് പോലെ പോവാന്ന് വെച്ചു. പോവാ ഇപ്പോഴോ? നീ എപ്പോഴാ വരിക? അപ്പോ വേഗം 1:30 മണിയാകുമ്പോ എത്താം. ഇയാൾ ആധാർ കാർഡ് ശരിയാക്കാണ്ടായിരുന്നില്ലേ? ആധാർ കാർഡ് അതും ഉണ്ടല്ലോ. ആധാർ കാർഡിൻ്റെ സോഫ്റ്റ് കോപ്പി കിട്ടി. നീ ഈ സേവാ മയ്യത്തിൽ പോയാൽ അവർ ഹാർഡ് കോപ്പി ആയിട്ട് തരും. അതിൻ്റെ കാര്യമുണ്ട്. വെറുതെ പോയി വെയിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ശരി പോവാന്ന് വിചാരിച്ചു. എന്താണ് നിങ്ങളങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണേ? ഞങ്ങളൊന്ന് ഒരുങ്ങി കെട്ടി പുറത്തു പോകാൻ നിൽക്കാനേ. നിങ്ങൾ പോയിക്കോളേ. അപ്പൊ നിങ്ങൾക്കും തരണോ? ഇവിടെ വന്ന് വിളിച്ച ആന്റി. ആര്? ആന്റി. ആ പോലീസുകാരോടത്തെ ആന്റിയോ? ഈ നീല വീട്ടുകാരിയോ? അവിടെ വന്ന് വിളിച്ചാടാ. എന്നിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയി നോക്കെ ആരാ വിളിക്കണാണ്. ഓടാണ്ടാണ്ട് ആരാ വിളിക്കുന്നത്? ഞാൻ ഇപ്പൊ കൊഞ്ചം കഴിഞ്ഞ് വരാറുണ്ട്. കൊഞ്ചം കഴിഞ്ഞിട്ട് വരാറുണ്ട്. തമിഴില് കൊഞ്ചം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞത്ര. നമുക്കിപ്പോ ഇറങ്ങിയാലേ സമയത്തിന് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നേരം വഴിക്കാൻ ഞങ്ങൾ പോയിക്കോളേ. ഏകദേശം മഴക്കാലമായി കഴിഞ്ഞപ്പോൾ അമ്മ ചെയ്യണ പണിയാണ് സ്റ്റെപ്പിന്റെ അടിയിലൊക്കെ ഉപ്പിടുക. കാരണം മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പുകളൊക്കെ പൊത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ പണി കിട്ടാൻ പാടില്ലല്ലോ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നു, ചെറിയ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനിവിടെ ആളില്ല. അതിനകത്ത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നേരത്ത് നമ്മളിവിടെ എത്തണത്ര. വെയിലുണ്ടാവില്ല, ഇടണ്ട. അരയിൽ കെട്ടി വെച്ചായി. ഇനി വെയിൽ വന്നാലും ലേശം കറുത്തോ എൻ്റെ ഒപ്പം എത്താലോ കളറില്. വെയിൽ വരുമോ? ഹലോ സൂര്യനെ, വെയിൽ വരുമോ? വരില്ലത്ര. നാളെ ഈ സമയത്ത് ഓർമ്മിക്കണം കേട്ടോ. ചിരിക്കാം. നീ ചിരി വന്നില്ലെങ്കിൽ ഇക്കിളിയൊക്കെ തരാം. ഇവിടെ എന്താ ക്യൂ ഉണ്ടോ? വെയിറ്റിംഗ് ഉണ്ടോടാ? ആധാർ കാർഡ് ഓൺലൈനിൽ സാധനം വന്നു. അതിൻ്റെ ഹാർഡ് കോപ്പി ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ വീട്ടിലേക്ക് വരും, അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീ ഗവൺമെന്റിന് വന്നാലും വന്നില്ലെങ്കിൽ ടെൻഷനില്ല, സെയിം ആണ്. വാവക്കുട്ടിയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ സ്കൂളിലേക്ക്. വാവക്കുട്ടിയുടെ സ്കൂളിലേക്ക്. അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ബന്ധമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പരിചയം പുതുക്കുകയും ചെയ്യാം, നമുക്ക് നമ്മുടെ ഫീസ് അടയ്ക്കുകയും ചെയ്യാം. ഏതായാലും പുറത്തിറങ്ങിയതാണ്. അമ്മേനെയും കൂട്ടിയിട്ട് നേരം ഇങ്ങോട്ട് പോന്നു. പോവാ? അങ്ങനെയല്ല ഗൈസ്, ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയി ഫീസ് പറഞ്ഞ് ചെയ്യാൻ ഒരു ചമ്മല്. തമിഴാത്ര, തമിഴ് അറിയില്ല അത്ര. ഇത് എത്ര കാലം ഇത് അറിയില്ല പറഞ്ഞിട്ട് ഓടുന്ന അറിയില്ല. ഇതല്ലേ സത്യം? ശരി പോവാ. അല്ലേ? അതെ, അങ്ങനെ പറയണത്. ബന്ധം പുതുക്കണത്ര, അങ്ങനെയാണത്ര. എന്തൊക്കെ ബിൽഡപ്പാണ്. മതി നടക്ക്. വരുന്ന വഴിക്ക് അമ്മൂന് ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ട് ഇളനീര് വാങ്ങിക്കാൻ കയറിയിട്ടാണ്. ആ അമ്മ വന്ന് പുറത്ത് കാവലിരിക്കുകയാണ്. അമ്മ വാതിൽ പൂട്ടിയിട്ട് ദേ നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ നമ്മൾ? ഹലോ, നടക്കുമ്പോ ഒരു കിലും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതെ, എന്റെ ഒരു ആള് പറഞ്ഞിട്ട് മാറ്റിയതാണ്. ആര് പറഞ്ഞിട്ടാണ്? അറിയില്ല, ഒരു കമന്റ് വന്നില്ലേ, അപ്പൊ ഞാൻ മാറ്റിയതാണ്.
കമന്റ് കണ്ടിട്ട് മാറ്റിയതാ സിൽവർ ആണ് നല്ലത് മറ്റേ ഗോൾഡ് ലുക്കിനെക്കാട്ടിലും സിൽവർ പാദസര എവിടെയെന്ന് ചോദിച്ചാൽ അതുവരെ നോട്ട് ചെയ്തിരിക്കണോ അപ്പൊ പല ആൾക്കാരും നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചീര മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 ദിവസത്തിന് ഇവിടെ ചീരയും കൊണ്ട് ആറാട്ട കഴിച്ചു. ഇന്നെ ഇറങ്ങിക്കൂടെ എവിടെ ഇങ്ങനെ കൊത്തിപ്പിടിച്ചിരിക്കണ? ഒറ്റക്ക് ഇറങ്ങണ മുതലല്ലേ? ഇറങ്ങിയില്ലേ? അച്ഛനെ സിനിമയ്ക്ക് ഉണ്ടാവില്ല അല്ലേ? അച്ഛൻ വലിയൊക്കെ അച്ഛനൊക്കെ വലിയ ആക്കാറില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആവുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോണ ആക്കാടാണ് കൊണ്ടുപോകും. ഓഹോ, അച്ഛൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുള്ളൂ പറഞ്ഞാൽ മതി. അപ്പൊ പറയാണ് അപ്പൊ പറയും മിസ് പോയി ചൊല്ലാങ്ക നോണ പറയാണെന്ന് പോയി സൊല്ലാങ്കന്ന് അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാ എന്താ ചെയ്യാ? ഇല്ലതാ ഉണ്മതാ സൊല്ലാങ്കന്ന് പറയണ്ടേ. അപ്പൊ അമ്മൂന് വേണ്ടി നെല്ലിക്ക മേടിച്ചു. നെല്ലിക്കച്ചാറ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. പുറത്തുനിന്ന് മേടിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചു. എവിടെ അച്ഛൻ്റെ വാച്ച്മാൻ? ഗേറ്റ് കീപ്പർ എവിടെ? വന്നല്ലോ വനമാല. വാച്ച്മാൻ തെലൂട്ട് അടിക്കൂ. മുത്തശ്ശി തെലൂട്ട് അടിച്ചു. അല്ല, നെല്ലിക്കൊക്കെ ഇതാ മുറിച്ച് വെച്ചു. നെല്ലിക്ക വേവിച്ചു നിങ്ങള് വെള്ളത്തിലെ വേവിച്ച അവിയിലെ വേവിച്ച? എനിക്ക് അവര് വയ്യ പറഞ്ഞില്ല, ഞാൻ വളർത്തന്നെ കുരു കളഞ്ഞോ? എന്നപ്പോ ഉണ്ടാക്കണോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഉണ്ടാക്കാൻ ചൂട് കാരണം എഴുതിയിരിക്കുകയായിരുന്നു. അമ്മ അതായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ സാധനം. ഇനിയിപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രശ്നമാവും തോന്നുന്നുണ്ട്. 67 100 കൂടി ഇല്ല. 1 കിലോ നെല്ലിക്കയാണ് 60 ഉള്ളൂ. ഞാൻ എണ്ണി കുരു എണ്ണിയൊക്കെ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൊണ്ട് എങ്ങനെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കാന്നുള്ളത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങണം. വല്ലതും തിന്നിട്ട് പോരെ ഈ അച്ചാറുണ്ടാക്കല്? വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുപയർ ദോശയും 2 ദോശയും തരട്ടെ? വെള്ളം മതി. ചെറുപയർ ഒന്നും. അമ്മ നിങ്ങൾക്കുള്ള ദോശ ഇതാ റെഡി. ദോശ ഓംലെറ്റ് ചൂടുണ്ടാവും. അങ്ങനെ എൻ്റെ ദോശ റെഡിയായി. 2 പച്ചദോശ, 1 ഓംലെറ്റ്, പിന്നെ നമുക്ക് സാമ്പാറും ഉണ്ട്. ഇത് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് അച്ചാറുണ്ടാക്കാൻ. തമിഴിൽ ഒരു റീലിനകത്ത് കണ്ടതാണ് അതിനകത്ത് അച്ചാറുണ്ടാക്കുന്ന റെസിപ്പി. അതിനകത്ത് ഉലുവയും കടുകും സമ എടുക്കുക 1 സ്പൂണ്. അതെടുത്ത് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. ഓൾറെഡി നമ്മൾ നെല്ലിക്ക ആവിലിട്ട് പുഴുങ്ങി കുരു കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സാധനം ആവശ്യത്തിന് നെല്ലെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അപ്പോൾ പൊടിച്ച് വെച്ചാൽ ആ പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ് പൊടി, ആവശ്യത്തിന് കായം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്. ആ സിമ്പിൾ മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് നമുക്ക് സെറ്റ് ആവില്ല. കഷ്ണം വന്നിട്ടില്ലേ? അത് കുഴപ്പമില്ല. അത് ഇരുന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ഒന്നും കൂടി പുഴുങ്ങാനുണ്ട്. ഏത് അച്ചാറിനകത്ത് ഇരുന്നിട്ട് അത് അച്ചാറിനകത്ത് ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആവാനുണ്ട്. എന്താ അവസ്ഥ? എരിവ്, പുളി, ഉപ്പ്, മധുരം വെള്ളം മുണ്ടുമ്പോ ആക്കണ്ട കേട്ടോ, കറിയാവും. കഴിക്കാൻ പോയിച്ചാൽ നാളെ നാക്കി സ്കൂളുണ്ട്. നാളെ സ്കൂളിൽ പോയിച്ച് വിളിക്കാം. എന്താ പള്ളി നീ വളർന്നിട്ടില്ല. എന്ത് ചെയ്യാം? ഇന്നത്തെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ള വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്